إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് താഹ 41-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വളരെ ചെറിയൊരായത്താണ്. വസ്തനതുക ലിനഫ്സി വസ്തനഅതുക, നിന്നെ ഞാൻ എനിക്ക് വേണ്ടി, ലിനഫ്സി എനിക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു മൂസ നബിയെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൂസ നബി അല്ലാഹു തആല ഒരു പ്രവാചകനായി, നബിയായി, റസൂലായി തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ റസൂൽ എന്ന പദവിയോടുകൂടി തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകുകയാണ്. അതിലേക്കുള്ള സൂചനയാണ് ഈ ആയത്ത് നൽകുന്നത്. അങ്ങനെ മദീനയിൽ നിന്നും തിരിച്ച് മിസ്റിലേക്ക് സ്വന്തം കുടുംബത്തെയും കൂട്ടി വരുമ്പോൾ ഒരു പ്രകാശം കാണുകയും ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് എത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ചെല്ലുകയും അങ്ങനെ ആ പ്രകാശത്തിൽ നിന്നും, ആ പ്രകാശം കണ്ട സ്ഥാനത്ത് നിന്നും, ആ തൂർ സീനാ പർവ്വതത്തിന്റെ ആ വാദിൽ മുഖദ്ദസ്, ആ പരിശുദ്ധമായ താഴ്വരയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനാണ് അല്ലാഹു, നീ എന്നെ മാത്രം ആരാധിക്കണം എന്നുള്ള പ്രബോധനം നൽകിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിനെ നബിയായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. അതിനുശേഷമുള്ള ഒരു ആയത്താണിത്. അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരായത്താണിത്. വസ്തനഅതുക ലിനഫ്സി, എന്റെ സ്വന്തത്തിന് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഓരോ ജനതയിലേക്ക് ഓരോ നബിമാരെ തെരഞ്ഞെടുക്കും. ബനീ ഇസ്രായേലുകളിലേക്ക് തെരഞ്ഞെടുത്തൊരു നബിയാണ് മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രധാന എതിരാളിയായിരുന്നു ഫിറോൻ. ആ ഫിറോനിന്റെ അടുത്തേക്ക് പ്രബോധനത്തിന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദീനയിൽ നിന്നും തിരിച്ചു മിസ്റിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ആ ബനീ ഇസ്രായേലുകളെ ആ ഫിറോനെ അതികഠിനമായ ക്രൂരമായ ആ ശിക്ഷയിൽ നിന്നും, ആ അക്രമത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനും മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ആയത്തിന്റെ പൊരുൾ. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.